ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഇപ്പം തുടങ്ങിയതാണ്. ഈ നീറ്റ് ഇഷ്യൂല് തുടങ്ങിയതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് മിസ്റ്റേക്ക് ആണ്. ഇന്നത്തെ കാലത്ത് ഏത് ഗവൺമെന്റ് സ്കൂളിലാണ് ഒരു കുട്ടിക്ക് നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നത്? നിങ്ങൾ ഒരു ഗവൺമെന്റിൽ പഠിക്കുന്ന കുട്ടീനെയും ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെയും എടുത്തിന്റെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ 5ാം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് സ്കൂളിലേക്ക് മാറിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഡിഫറൻസ് ഭയങ്കര വലുതായിരുന്നു. സോ പ്രിവിലേജ്ഡ് ആൾക്കാർക്ക് മാത്രം ഉള്ളതാണോ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം? അതെങ്ങനെ അങ്ങനെ ആയി മാറി? ഒരു ബേസിക് നീഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എങ്ങനെ പ്രിവിലേജ്ഡ് പൈസ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പവർ ഉള്ള ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സിസ്റ്റമായി മാറി? റിപ്പീറ്റർ എനിക്കറിയാം എത്രത്തോളം ഹാർഡ് വർക്കിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ എക്സാം എഴുതുന്നത് എന്നുള്ളത്. അവരുടെ എത്രയോ വർഷങ്ങളുടെ കഷ്ടപ്പാട്, അവരുടെ പാരന്റ്സിന്റെ പ്രതീക്ഷകളുടെ, ആ കുട്ടികളുടെ ഡ്രീംസ് എല്ലാം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാ. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും വർഷം പഠിച്ചത്. എന്നിട്ട് ആ എക്സാം അവർ കഷ്ടപ്പെട്ട് എഴുതി പേപ്പർ ലീക്കായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്കിന് അവരെന്ത് തെറ്റ് ചെയ്ത്? ഈ ബേസിക് നീഡിന് വേണ്ടി, ഈ എഡ്യൂക്കേഷന് വേണ്ടിയാണ് ആ സ്റ്റുഡൻസ് അവിടെ കിടന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തത്. അവര് ടെററിസ്റ്റുകളല്ല, അവര് വെപ്പൺസ് വെച്ചിരുന്നില്ല. എന്നിട്ടും അവർക്ക് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ എല്ലാവരും കണ്ടു. എന്നിട്ട് ആരൊക്കെ പ്രതികരിച്ചു? ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള, നിങ്ങളിൽ ആരൊക്കെ പ്രതികരിച്ചു? എന്റെ സ്റ്റോറി ഫീഡ്, എന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു 5-10 പേര് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്. ബാക്കി എല്ലാവരും വേറെ ഏതോ വേൾഡിലാണ്. നിങ്ങൾ ഇതൊന്നും ബാധിക്കുന്നില്ലേ? നമ്മളെ എല്ലാരെയും ബാധിക്കുന്ന കാര്യമാണിത്. നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് മറ്റുള്ളവരുടെ പ്രശ്നം എന്നാണെങ്കിൽ ഷെയിം ഓഫ് യു. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ തെറ്റാണ് അത്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളെ അനിയത്തിമാര്, ചേച്ചിമാര് ആരൊക്കെയോ ബാധിക്കാൻ പോകുന്ന കാര്യമാണ് ഇത്. ഈ സിസ്റ്റത്തിൽ മാത്രമല്ല, ഈ ഗവൺമെന്റ് റൂൾ ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിലും നടക്കുന്ന ഇഷ്യൂസ് ആണ്. ഇവിടെ ഈ ചേഞ്ച് ഇപ്പൊ നടന്നാലാണ്ട് ബാക്കി എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് നടക്കത്തുള്ളൂ. സോ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്പീക്കപ്പ് ഗൈസ്. ദയവേത് സംസാരിക്കൂ, ഇതിനെപ്പറ്റി പ്രതികരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ആ പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മളെല്ലാരും ഒന്നിച്ച് നിന്നാലേ ഉള്ളൂ ഇതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും.